മക്കളെ, ഇന്ന് നമുക്ക് സിലാബീനത്തിലെടുക്കിയാം എന്ന കവിത നോക്കാം. ഏകാന്ത് ശ്രീവാത്സവാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഏകാന്ത് ശ്രീവാത്സവ് ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രമുഖ കവിയാണ്. അദ്ദേഹത്തിൻ്റെ സിലാബിന്തിലെടുക്കിയാം എന്ന കവിത, അതായത് നെൽക്കതിരുകൾ പെറുക്കുന്ന പെൺകുട്ടികൾ എന്ന കവിത വളരെ ലളിതമായ രീതിയിൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. നെൽക്കതിരുകൾ പെറുക്കുന്ന പെൺകുട്ടികളുടെ കഠിനാധ്വാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ലളിതമായ ഒരു ചിത്രീകരണമാണ് കവി ഇവിടെ നടത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. धान कटाई के बाद गाली गेतों में वे रंगीन चिड़ियों की तरह उतरती है. सिला बीनने झुंड की झुंड और एक गेत से दूसरे गेत में उड़ती फिरती है. धान कटाई के बाद, धान कटाई എന്ന് പറഞ്ഞാൽ നെല്ല് കൊയ്തതിന് ശേഷം വയലുകൾ ശൂന്യമാണ്. ധാൻ കഠായി നെല്ല് കൊയ്തതിന് ബാദ് ശേഷം ഗാലി ഗേത്തോമേ ശൂന്യമായ വയലുകളിൽ വേ രംഗീൻ ചിടിയോं की तरह उतरती है. രംഗീൻ ചിടിയോं की तरह വേ ഉതർത്തി ഹെ. വർണ്ണാഭമായ പക്ഷികളെ പോലെ അവർ വന്ന് ഇറങ്ങുന്നു. സിലാബീനിനെ ജുണ്ട് കി ജുണ്ട്, സിലാബീന നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുക, നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്നതിന് ജുണ്ട് കി ജുണ്ട് കൂട്ടത്തോടെ, ജുണ്ട് പറഞ്ഞ കൂട്ടം, ജുണ്ട് കി ജുണ്ട് കൂട്ടത്തോടെ, और एक गेत से दूसरे गेत में ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് ഉഡ്തി ഫിർത്തി ഹെ പറക്കുന്നു. അതായത് ഇവിടെ കവി നെൽക്കതിരുകൾ പെറുക്കിയെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ വർണ്ണാഭമായിട്ടുള്ള പക്ഷികളോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. പക്ഷികൾ എപ്രകാരമാണോ ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് കൂട്ടത്തോടെ പറന്നു പോകുന്നത്, അപ്രകാരം നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികൾ ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് അവർ നെൽക്കതിരുകൾ പെറുക്കിയെടുക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പറഞ്ഞത്. धूबराज हो विष्णु भोग या नाग केसर, वे रंग और खुशबू से उन्हें पहचान लेती है. ധൂപരാജ് ഹോ, ധൂപരാജ് എന്ന് പറയുന്നത് ഒരു ഇനം ധാന്യമാണ്. അതുപോലെ തന്നെ വിഷ്ണു ഭോഗ്, നാഗകേസർ, ഇങ്ങനെയുള്ള ഈ മൂന്നിനത്തിൽപ്പെട്ടിട്ടുള്ള ധാന്യങ്ങളെയും വേ രംഗ് ഓർ ഖുശ്ബൂസെ അവർ നിറം കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഗന്ധം കൊണ്ടും പഹ്ചാൻ ലേത്തി ഹെ തിരിച്ചറിയുന്നു. ഈ നെൽക്കതിരുകൾ പെറുക്കാൻ വന്ന പെൺകുട്ടികൾ ഏത് ഇനത്തിൽപ്പെട്ടതാണ്, ആ നെല്ലുകൾ ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്ന് അവർ തിരിച്ചറിയുന്നത് അതിൻ്റെ നിറം കൊണ്ടും അതിൻ്റെ ഗന്ധം കൊണ്ടുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെയധികം പരിശ്രമശാലികളായിട്ടുള്ള മേഹനത്തി, പരിശ്രമിക്കുന്ന പെൺകുട്ടികളാണ് അവർ. വയലിൽ ജോലി ചെയ്യുന്ന, ധാന്യത്തിനെ നെല്ലിനെ പറ്റിയൊക്കെ അറിവുള്ള പെൺകുട്ടികളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? നിറം കൊണ്ടും ഗന്ധം കൊണ്ടും അത് ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. दोपहर भर फैली रहती है पीली धूप में उनकी हंसी और गुनगुनाहट. दोपहर भर ഉച്ച കഴിഞ്ഞതിന് ശേഷവും ഫൈലി രഹ്തി ഹെ വ്യാപിക്കുന്നു, പീലി ധൂപമേ മഞ്ഞ പ്രകാശത്തിൽ, ഉൻകി ഹസി അവരുടെ ചിരി, ഓർ ഗുൻഗുനാഹട്ട് അവരുടെ മൂളൽ, അതായത് അവരുടെ മൂളിപ്പാട്ടും അവരുടെ ചിരിയും മഞ്ഞ പ്രകാശത്തിൽ വ്യാപിക്കുന്നു. ഉച്ച തിരിഞ്ഞതിന് ശേഷവും അവരുടെ ചിരിയും മൂളിപ്പാട്ടും
അവിടെ വ്യാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഉൻകെ ബാലോമേം ഹസ്തേ രഹത്തെ കനേർ കെ ഫൂൽ, അവരുടെ മുടിയിൽ ഹസ്തേ രഹത്തെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, അവരുടെ മുടിയിൽ ചിരിച്ചുകൊണ്ട് എന്താണുള്ളത്? കനേർ കെ ഫൂൽ. കനേർ കെ ഫൂൽ എന്ന് പറഞ്ഞാൽ അരളിപ്പൂക്കൾ. കനേർ കെ ഫൂൽ അരളിപ്പൂക്കൾ, അവരുടെ മുടിയിൽ അരളിപ്പൂക്കൾ ചിരിക്കുന്നു. ഔർ ഏക് ഗുലാബി രോശനി ഉൻകെ चेहरे से फूटकर फैलती रहती है धरती पर. और एक गुलाबी रोशनी, ഒരു റോസ് നിറത്തിലുള്ള പ്രകാശം, ഉൻകെ ചെഹരേസെ അവരുടെ മുഖത്ത് നിന്ന്, ഫൂഡ്കർ ഫൈൽത്തി ഹേ പൊട്ടി വ്യാപിക്കുന്നു, അവരുടെ മുഖത്ത് നിന്നും വ്യാപിക്കുന്നു. ധർത്തിപ്പർ എവിടെയാണ് അവരുടെ മുഖത്തു നിന്നും രോശനി, ഗുലാബി രോശനി വ്യാപിക്കുന്നത്? ഭൂമിയിൽ. ധർത്തിപ്പർ ഭൂമിയിൽ വ്യാപിക്കുന്നു. പ്രകാശത്തിൻ്റെ, അവരുടെ മുഖത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ പ്രകാശമാണ് അവിടെ വ്യാപിക്കുന്നത്. जब झुकने लगते हैं दिन में कंधे और उन्हें लगता है कि उनकी बालियों से हो जाएगा तैयार. 1 जून के लिए बड़की बर बात वे लौट जाती है घर. जब झुकने लगते हैं दिन के कंधे, दिन के कंधे झुकने लगते हैं എന്ന് പറഞ്ഞാൽ, दिन के कंधे झुकने लगते हैं എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമാകുക, വൈകുന്നേരമാകുക എന്നാണ് അർത്ഥം. ജബ് എപ്പോഴാണോ വൈകുന്നേരമാകുന്നത്, അപ്പോൾ ഉനേ ലഗ്താ ഹെ അവർക്ക് തോന്നുന്നു, കി എന്തെന്നാൽ, ഇത്തനി ബാലിയോംസെ ഇത്രയും നെൽക്കതിരുകൾ കൊണ്ട്, ഹോ ജായേഗ തയ്യാർ, തയ്യാർ ഹോ ജായേഗ തയ്യാറാക്കാൻ സാധിക്കും. 1 ജൂൺ കെ ലിയെ ഒരു നേരത്തേക്കുള്ള, ബഡ്കി ബർ ബാത്ത് ഒരു ചെറിയ പാത്രം നിറയെ ചോറ്, ഒരു ചെറിയ പാത്രം നിറയെ ചോറ് തയ്യാറാക്കാൻ ഈ നെൽക്കതിരുകൾ മതിയാവും എന്ന് അവർക്ക് തോന്നുന്നു. എപ്പോഴാണ് അവർക്ക് തോന്നുന്നത്? സന്ധ്യയാകുന്ന സമയത്ത്. വേ ഗർ ലൗട്ട് ജാത്തി ഹെ അവരെന്ത് ചെയ്യുന്നു? വേ ലൗട്ട് ജാത്തി ഹെ ഗർ, വേ ഗർ ലൗട്ട് ജാത്തി ഹെ അവർ വീട്ടിലേക്ക് മടങ്ങുന്നു. അവർ അത്രയും സമയം കൊണ്ട് പെറുക്കിയെടുത്തിട്ടുള്ള നെൽക്കതിരുകളാൽ അവർക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിനുള്ളതായി എന്ന സന്തോഷത്തോടെ അവരെന്താണ് ചെയ്യുന്നത്? സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്നു. ജൈസെ ചോഞ്ച് മാർക്കർ ഉഡ് ജാനെ കെ ബാദ് ഭി ബഹുത് ദേർ തക് ബരാ രഹ്താ ഹെ പാനി മേം ജൽപാങ്കി കാ സംഗീത്. പാനിമേ ജൽപാങ്കി കാ സംഗീത് വെള്ളത്തിൽ ജലപക്ഷികളുടെ സംഗീതം. എപ്രകാരമാണോ ബഹുത്ത് ദേർ തക്ക് ബരാരഹത്തായ കുറേ സമയത്തേക്ക് തങ്ങി നിൽക്കുന്നു. ജൈസെ അതുപോലെ, ചോഞ്ച് മാർക്കർ ഉഡ് ജാനേക്കെ ബാദ് ബി അതായത് നെൽക്കതിരുകൾ കൊത്തിയെടുത്ത് പോയതിന് ശേഷവും, അതായത് ചുണ്ടുകൊണ്ട് ചോഞ്ച് മാർക്കർ ചോഞ്ച് മാർന്ന എന്ന് പറഞ്ഞാൽ കൊത്തിയെടുക്കുക എന്നാണ്. കൊത്തിയെടുത്ത് പോയതിനു ശേഷവും ജലപക്ഷികളുടെ സംഗീതം എപ്രകാരമാണോ ജലത്തിൽ കുറച്ച് സമയത്തേക്ക് തങ്ങി നിൽക്കുന്നത് അപ്രകാരം ഗാലി ഗേത്തോ മേം ബഹുത്ത് ദേർ തക്ക് ബരാ രഹ്താ ഹേ ഉൻകാ ഹോന അപ്രകാരം ശൂന്യമായ വയലിൽ ഒഴിഞ്ഞുകിടക്കുന്ന വയലിൽ ബഹുത്ത് ദേർ തക്ക് കുറേ നേരത്തേക്ക് കുറേ സമയത്തേക്ക് ബരാരഹ്താഹ ഉൻകാ ഹോന അവരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ നെൽക്കതിരുകൾ പെറുക്കിയെടുക്കാൻ വന്ന പെൺകുട്ടികൾ അവിടെ നിന്ന് പോയതിന് ശേഷവും അവരുടെ സാന്നിധ്യം അവിടെ ഉള്ളതായിട്ട് തോന്നുന്നു. വയലുകളിൽ ചിരിയും കളിയും തമാശയും മൂളിപ്പാട്ടുകളും നിറഞ്ഞ അവരുടെ ആ ഒരു സമയം കുറച്ച് സമയം കൂടെ അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിട്ട് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അത്രയാണ് നമ്മുടെ
സിലാ ബിനത്തിയിലടിക്കിയാം, സിലാ ബീനത്തിയിലടിക്കിയാം എന്ന കവിത എല്ലാവരും കവിത ഫുള്ളായിട്ട് വായിക്കുക, അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം.